ഞാൻ എപ്പോഴേ ചെറിയമ്മയെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞു അമ്മൂല്യ. ഓ അതെയോ, എന്നാ ശരി ആയിക്കോട്ടെ. ശരിയമ്മേ, ഞങ്ങൾ പോയിട്ട് വരാൻ സമയമായി. നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചാ പിന്നെ ഞാൻ എവിടെ പോകാനാ? അച്ഛന്റെ കൂടെ നീ മാർക്കറ്റിൽ പോയിന്നാ ഞാൻ വിചാരിച്ചത്. മാർക്കറ്റിലേക്ക് 5 പോയത്. ചേട്ടൻ നിനക്ക് മാത്രമാണോ ചേട്ടൻ, അതോ നീ മാത്രമാണോ രാഗി കെട്ടുന്നത്? ഇങ്ങോട്ട് മാറി, ഇത് പിടി. കുറച്ച് മതിയേ. അത് കഴിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലിയൊക്കെ അങ്ങനെ തീർത്തു, ഇനി ഞാൻ എന്റെ ജോലി ചെയ്യണം അല്ലേ? എന്താ വേണ്ടേ? ഗിഫ്റ്റ് ആണോ കാശാണോ? കാശ് തന്നേക്ക്. അതാവുമ്പോ എനിക്കിഷ്ടമുള്ള ഗിഫ്റ്റ് ഞാൻ തന്നെ വാങ്ങിച്ചോളാം. എന്തിനാണ് ചെവിക്ക് പിടിക്കുന്നത്? അല്ലടി, നീ പോത്ത് പോലെ വളർന്നില്ലേ, എന്നിട്ടും ചേട്ടനോട് കാശ് ചോദിക്കാൻ നാളില്ലേ? ചുമ്മാതിരിക്കും. ഇത് ഞാനല്ലാതെ പിന്നെ ആരാ നിങ്ങൾക്ക് തരാ? ഇതിനെ കാശായിട്ടൊന്നും കാണണ്ട, ഇതെന്റെ സ്നേഹമല്ലേ. കണ്ട് പഠിക്കണം. ബിലോ ആവറേജ് മെന്റാലിറ്റി ഉള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. താങ്ക് യു ചേട്ടാ. ഇത് നിനക്ക് കൈ നീട്ട്. അയ്യോ വേണ്ട ചേട്ടാ. കൈ നീട്ട്. അയ്യോ മുതുക്കി, നിനക്ക് വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ ചേട്ടാ. ഇനിയും കുറച്ച് സമയം കൂടെ നമ്മൾ നിന്നാ ഇവള് പോക്കറ്റിൽ നിന്ന് കൈയിട്ട് പൈസ എടുക്കും. വാ പോ. ഹലോ, എക്സ്ക്യൂസ് മീ, രാഖിയുടെ പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീ ഇപ്പോഴല്ലേ കെട്ടിയത്? 2 രാഗി കെട്ടിയ 2 പ്രാവശ്യം കാശ് തരാൻ പോകുന്നില്ല. ഇത് ചേട്ടനല്ല, ചേട്ടനെ പോലുള്ള ചേച്ചിക്ക്. ഇങ്ങോട്ട് താ. പിടിച്ചേ പിടിച്ചേ. നിന്നെ ചേട്ടാന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. എല്ലാരും നിന്നെ അഹങ്കാരി, റൗഡി ബേബി എന്നൊക്കെ വിളിക്കും. നീ ഞങ്ങളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തില്ലേ, അതുകൊണ്ട് ഈ രാഖി നിനക്ക്. ഇവര് ഈ ഫോട്ടോ നോക്കുന്ന കാണുമ്പോ നെഞ്ച് കത്തിപ്പോകുന്നത് പോലെ തോന്നുക. മീനാക്ഷിയുടെ ഓർമ്മയുടെ സാക്ഷിയായിട്ട് എനിക്ക് ഈ ഫോട്ടോ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനെ ഇങ്ങനെ നോക്കി കത്തിക്കരുത് നിങ്ങള്. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഏതോ LKG കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് മീനാക്ഷി ബിൽഡപ്പ് ഉണ്ടാക്കുക അല്ലേ നീ? ജഗദീഷ് ചേട്ടാ, നിങ്ങളുടെ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ആയില്ലേ? സുമേഷയുടെ കയ്യില് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. എടാ, എന്റെ കുലദൈവത്തിനാണ്, എന്റെ ഇഷ്ട ദൈവത്തിനാണ്, എന്റെ മീനാക്ഷിയാണ്. ഇത് അവളുടെ ഫോട്ടോ തന്നെയാ. ഇവളാണ് എന്റെ ജീവിതവും സ്നേഹവും പ്രണയവും എല്ലാം. ഈ ഫോട്ടോ വെച്ച് ഞങ്ങൾ റിസർച്ച് ചെയ്യണം അല്ലേ? ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാനാന്നേ? ചെറുതായിരുന്നപ്പോ നമ്മള് ഒരേ സ്ഥലത്തായിരുന്നു. പിന്നീട് ഞാൻ സിറ്റിയിലേക്ക് വന്നു. വീണ്ടും നാട്ടിലേക്ക് പോയില്ല. അവളെയും കണ്ടില്ല. ഈ ഫോട്ടോ നോക്കിയാ ഞാൻ എന്റെ സ്നേഹം അയവിറക്കുന്നത്. ജഗദീഷ് ചേട്ടാ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവില്ലടാ പാനിപൂരി. നീയല്ലേ ദുബായിലും CID ആണെന്നൊക്കെ ബിൽഡപ്പ് തന്നത്. എന്നിട്ട് ഈ സിമ്പിൾ ടാസ്ക് പോലും ഡീൽ ചെയ്യാൻ അറിയില്ലേ? എന്റെ ജോലിയെ പറ്റിയൊന്നും നീ സംസാരിക്കണ്ട കേട്ടോ. നീ എന്നെ ചലഞ്ച് ചെയ്തല്ലേ? ഇവളെങ്ങനെയാ ഉണ്ടാവുമെന്ന് ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തരാട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും ജെയിംസ് ജഗദീഷേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല സുമേഷേ. നീ ആദ്യം കാശ് എടുക്ക്. എത്രയും പെട്ടെന്ന് കാശ് കിട്ടണോ അത്രയും പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടാവും. എടാ, നിനക്കൊക്കെ എന്താ? എന്റെ ശമ്പളത്തിന്റെ പകുതി ഞാൻ നിനക്കൊക്കെ തന്നു. ഇപ്പോ എന്റെ പേഴ്സ് കാലിയാടാ. ഐഡിയ.
ഞാൻ ഇനി അതും കൂടി കാണണോ? എന്തൊരു വിധിയാ എന്റെ. ഇന്നത്തെ കാലത്ത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ വളരെ അങ്ങ് മാറിക്കഴിഞ്ഞു. അതിൽ ഈ ഫോട്ടോ ഉപയോഗിച്ച് ഇപ്പൊ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് സ്കെച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെയാണോ? നീ പൊന്നപ്പനാടാ മോനെ. വേഗം പോയി ജോലി ചെയ്യടാ. സുമേഷേട്ടാ, ഒരു ടെൻഷനും അടിക്കണ്ട. ഞാൻ ദാ പോയി ദേ വന്നു. അതെ, ജെയിംസ് ബോണ്ട് ജഗദീഷേ, അവനെ കണ്ടിട്ട് അവൻ കുറച്ച് ഓവർ ആണെന്ന് തോന്നുന്നില്ലേ? എങ്കിൽ നീ അവനെ പോലെ ചെയ്ത് കാണിക്ക്. എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ഓ അതോ, കൊറോണ ടൈം ആയതുകൊണ്ട് 70% എംപ്ലോയീസിന് വർക്ക് ഫ്രം ഹോമാ ചെയ്തിരിക്കുന്നത്. ബാക്കി 30% ആൾക്കാരോട് ഷിഫ്റ്റ് വൈസ് ഓഫീസിലേക്ക് വരാനാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഷിഫ്റ്റിന്റെ ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ആരെയും അകത്തേക്ക് വിട്ടിട്ടില്ല. എങ്ങനെയുണ്ട് ഓഫീസ്? നിങ്ങൾ ബോസിനെ കുറിച്ച് എത്രത്തോളം പ്രശംസിച്ചോ അത്രയും നന്നായിട്ടുണ്ട്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. വേദാന്ത എന്ത് ജോലി ചെയ്താലും എല്ലാ സൈഡിൽ നിന്നും അവർക്ക് അഭിനന്ദനങ്ങൾ കിട്ടാറുണ്ട് കണ്ണൻ ചേട്ടാ. ശരി, ഞാനിപ്പോ എന്ത് ജോലിയാ ചെയ്യേണ്ടത്? സഡൻ ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. വിക്കി ചേട്ടനും സിദ്ധാർത്ഥേട്ടനും വന്നതിന് ശേഷം എന്ത് ജോലി ഫിക്സ് ചെയ്യേണ്ടെന്ന് പറയാം. അങ്ങനെയാണോ? എന്ന് വെച്ചാൽ അവര് വരുന്നവരെ ഞാൻ വെറുതെ ഇരിക്കണോ? അങ്ങനെയൊന്നുമില്ല. അവര് വരുമ്പോഴേക്കും നിങ്ങൾ ഓഫീസ് ഒന്ന് ചുറ്റി കണ്ടിട്ട് വാ. ഇനി വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ. ഞാൻ വെറുതെ പറഞ്ഞതാ. നിങ്ങൾ ഇവിടുത്തെ ബോസാണ്. എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പോയി ജോലി ചെയ്തു. ശരി, ഞാൻ കോഫി അറേഞ്ച് ചെയ്യാം. എല്ലാവരും നോർമലായി തന്നെ ഉള്ളത്. പക്ഷെ ചേട്ടൻ സേഫ് അല്ലാന്ന് എനിക്കിങ്ങനെ വീണ്ടും തോന്നിക്കൊണ്ടേ. വിക്കിയോട് സീരിയസ് ആയിട്ട് സംസാരിക്കണം. അവൻ കൺവിൻസ് ആയാൽ അവൻ അമൂല്യയും കൺവിൻസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചേർന്ന് ഇനി മുൻപോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. അതായിരിക്കും നല്ലത്. പുതിയ ഓഫീസിലേക്ക് ഞാൻ വന്നിട്ടേ ഇല്ലായിരുന്നു. പുതിയ ഓഫീസ് കാണുമ്പോൾ മനസ്സിലാകും ചേട്ടൻ എത്രത്തോളം വളർന്നിരിക്കുന്നുവെന്ന്. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഓഫീസിലേക്ക് ഇതിനു മുൻപ് തന്നെ വന്നിട്ടുണ്ടാകുമായിരുന്നു. അളിയ, ഇന്നലെ സെയിൽസ് റിപ്പോർട്ട് അയക്കാന്ന് പറഞ്ഞിട്ട് മറന്നുപോയല്ലേ? അയക്കാമായിരുന്നു, പക്ഷെ എനിക്ക് വന്ന റിപ്പോർട്ടിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായി. അതുകൊണ്ട് അത് വീണ്ടും അയക്കാൻ പറഞ്ഞത്. അത് കിട്ടിയ ഉടനെ ഞാൻ നിനക്ക് അയച്ചു തന്നേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസും സെർച്ച് ചെയ്യണം. അകത്തുനിന്നാരും പുറത്തു വരാനും പാടില്ല, പുറത്തുള്ളവർ അകത്തേക്ക് പോകാനും പാടില്ല. ഫോണെല്ലാം ഡിസ്കണക്ട് ചെയ്ത്. സർ, ആരാണ് നിങ്ങൾ? എന്തൊക്കെയാണ് ഈ പറയണത്? MD-യുടെ പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത്ര സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. സെർച്ച് വാറന്റ് ഉണ്ട് കയ്യിൽ. ഒപ്പോസ് ചെയ്താൽ എല്ലാവരും പിടിച്ച് അകത്തിടേണ്ടി വരും. ഒരു നിമിഷം സർ, ഞാൻ MD ഒന്ന് കോൾ ചെയ്യട്ടെ. കോൾ ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലേ? നിങ്ങൾ ആരെയും വിളിക്കാനും പാടില്ല, ആരുടെയും കോൾ അറ്റൻഡ് ചെയ്യാനും പാടില്ല. ഓക്കെ? ഹലോ, നിങ്ങളൊക്കെ ആരാ? എന്തിവിടെ ചെയ്യുന്നേ? ഞങ്ങൾ നിങ്ങളുടെ MD ഇന്ററോഗേറ്റ് ചെയ്യാൻ വന്നതാ. വി ആർ ഫ്രം IT ഡിപ്പാർട്ട്മെന്റ്. എന്റെ ചേട്ടൻ, സോറി, ഞങ്ങളുടെ ബോസ് അബ്രോഡിലുള്ള, ലൈക്ക് മേ ബി സം അതർ ടൈം. ബ്ലൈൻഡ് ആയിട്ട് വന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാതെ ഒരിടത്തും പോകില്ല. ഞങ്ങൾക്ക് ഇന്ററോഗേഷൻ ചെയ്യേണ്ടത് വേദാന്തിനെ അല്ല, നിങ്ങളുടെ ടെമ്പററി MD അമൂല്യാണ്. എന്താ ഈ പറയുന്നത് സാർ? അമൂല്യ റീസെന്റ് ആയിട്ടാണ് MD ആയത്. അത് ഞങ്ങളുടെ പ്രോബ്ലം അല്ല. പക്ഷെ നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള MD അവരുടെ ഷെയർസ് എല്ലാം വിറ്റ് 5 ലക്ഷം കൈക്കൂലി വാങ്ങിന്ന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. നിനക്ക് ഈ ഓഫീസിൽ എന്താ കാര്യം? വീട്ടിൽ വരുന്നത് പോരാഞ്ഞിട്ട് വേദാന്തില്ലാത്ത സമയം നോക്കി നീ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കല്ലേ? നിങ്ങൾ വായ്ത്തൊന്ന് വിളിച്ചു പറഞ്ഞാ കൈയും കെട്ടി വെറുതെ ഇരിക്കുമെന്ന് വിചാരിച്ചോ? നിങ്ങൾ പെണ്ണായതുകൊണ്ടാ. നിങ്ങൾ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ആ കാരണം ഞാനങ്ങ് മറക്കും. മര്യാദയ്ക്ക് വായടക്കടാ. നിനക്ക് ഈ ഓഫീസിൽ എന്താ കാര്യം? ഞാൻ മിണ്ടാതെ നിൽക്കുകയാണെന്ന് കരുതി
കൂടുതൽ സംസാരിക്കേണ്ട നിങ്ങൾ. എന്നാൽ ഞാനും സംസാരിക്കും. ഇൻഫാക്ട് അതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് നിങ്ങൾക്കും അറിയാവല്ലോ അല്ലേ അമ്മേ? നിങ്ങൾ സംസാരിക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ആദ്യം ചേട്ടൻ എവിടെയാണെന്ന് പറയും. എന്താടാ നീ തമാശ പറയാണോ? വേറെ എന്തെങ്കിലും കാര്യമായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ തമാശ പറയല്ല, ഞാൻ എന്റെ ചേട്ടന്റെ കാര്യമാണ് ചോദിച്ചത്. അതെനിക്ക് തമാശയായിട്ടുള്ള കാര്യമല്ലാന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. നിന്നോട് സംസാരിച്ചത് തന്നെ തെറ്റ്. നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയായിരുന്നു ചെയ്യേണ്ടത്. വീണ്ടും വീണ്ടും നിങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ എന്തെങ്കിലും പറ്റിയാ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന്. നീ നിന്റെ സംസാരത്തിന്റെ പരിധി വിടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പരിധി വിട്ട് എന്തും ചെയ്യാം അല്ലേ? ഞാൻ ചോദിക്കേണ്ടത് ചോദിച്ചാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരണമെന്നാ വിചാരിച്ചേ. കാരണം നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നിങ്ങൾ ആരാണെന്ന് ചേട്ടൻ അറിയില്ലല്ലോ. പറയൂ, ചേട്ടനെ എന്താ ചെയ്തതെന്ന് പറയൂ. യു സ്കൗണ്ടറൽ. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനൊക്കെ വിളിച്ചു പറയാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടല്ലേ? നീ എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ നിന്നെ. ആന്റി, എന്തു പറ്റി ആന്റി? എന്തോ ഒച്ചത്തിൽ സംസാരിക്കുന്ന കേട്ടു. അത് നിനക്ക് തോന്നിയതാ മൂല്യം. ഞാൻ ഇവനോട് വെറുതെ സംസാരിക്കാൻ. ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് എക്കോ സൗണ്ട് ആയിട്ട് കേട്ടത്. വരും ആന്റി, ഇവിടെ ഇരിക്കൂ. ഇറ്റ്സ് ഓക്കെ. ഞാൻ MD ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. ഞാൻ എന്താ തരണ്ടേ? ഒന്നും വേണ്ട മൂല്യം. ഞാൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ സംസാരിക്കല്ലായിരുന്നു. അപ്പോ നിങ്ങൾ ഇവരെ പരിചയപ്പെട്ട് കാണുമല്ലോ. ഇല്ല അമൂല്യ, മുഴുവനായിട്ട് പരിചയപ്പെടുന്നതിന് മുൻപേ അമൂല്യ വന്നല്ലോ. ഓ അങ്ങനെയാണോ ആന്റി? ഇദ്ദേഹത്തിന്റെ പേര് ധ്രുവ, നമ്മുടെ കമ്പനിയിലെ പുതിയ എംപ്ലോയി. അതെ, എന്താ നിങ്ങൾ ഭക്ഷണം എടുക്കാൻ മറന്നുപോയോ? ഭക്ഷണം എടുക്കാൻ ഞാൻ മറന്നാലും നീ അത് കൃത്യമായിട്ട് ഓർത്തു തരുമല്ലോ. അമ്മേ, എന്താ ഇത്? ഇത്രയും കാശ് നിനക്ക് എവിടുന്ന കിട്ടിയേ? അമ്മേ, ഇന്നലെ എല്ലാരും ചേർന്ന് ഓർഡർ കൊടുത്തില്ലേ, അതിന്റെ കാശാ. സത്യമാണോ? അതിനൊക്കെ ഇത്രയും കാശ് കിട്ടുവോ? നമ്മുടെ ജോലി, ഫുഡിന്റെ ടേസ്റ്റ്, വൃത്തി എല്ലാം നോക്കി നമ്മൾ പറഞ്ഞതിലും കൂടുതൽ തന്നമ്മേ. എല്ലാം നിന്റെയൊക്കെ ശ്രമമല്ലേ? അതെ, മോളുടെ കല്യാണത്തിന് വന്ന കടം തീർക്കാൻ ഇതെന്റെ ചെറിയ കാണിക്കുക. ഇത് ഞാൻ വാങ്ങിയ ശരിയാവില്ല പ്രമി. ഇത് നീയും മക്കളും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ. ആ കടമൊക്കെ തീർക്കാൻ എനിക്കിപ്പോഴും ജോലിയുണ്ടല്ലോ, എന്റെ മകളും ഉണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ടത്. ഈ കാശ് കിട്ടുമ്പോൾ നീ എന്താണോ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അത് തന്നെ ചെയ്തേക്ക്. കടത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കി. എന്തായാലും അവര് ഇത് വാങ്ങിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ സ്വഭാവം മാറില്ല. ആദ്യം ഇതിനെ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ആക്ച്വലി നന്നായിട്ടുണ്ട് എന്റെ പൊന്നമ്മ. വാ, നമുക്ക് തൊഴാം. സർ പ്ലീസ് ലിസൺ ടു മീ. ഇവിടെ ഇങ്ങനെ റെയ്ഡ് ചെയ്യാൻ മാത്രം അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്കാരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. ഞങ്ങളുടെ MD അങ്ങനത്തെ ഒരാളല്ല. മാധവ്,
ആദ്യം പോയിട്ട് MD ക്യാബിൻ ചെക്ക് ചെയ്യേ. സാർ ഒരു മിനിറ്റ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ മറുപടി കേട്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തിരിക്കാൻ പറ്റും. സാർ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോലീസിനെ ഇൻഫോം ചെയ്യിക്കാന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവർ ഇനിയും നമ്മളെ തടഞ്ഞാൽ നമുക്ക് ഇവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. കം. സാർ Sir, ഒരു sir, ഒരു മിനിറ്റ്, minute. Sir. ഞാൻ പറയുന്നേക്ക്. പ്ലീസ് സർ. നിങ്ങൾ ആ ഭാഗത്തേക്കില്ല. സാർ അമൂല്യ റീസെന്റ് ആയിട്ടാണ് സാർ MD ആയത്. ഇങ്ങനെ തിരയുന്നത് നിർത്തൂ സാർ. ഷീസ് എ ക്ലീൻ ഹാൻഡ്. പിടിക്കപ്പെടുന്നവരെല്ലാവരും നല്ലവരാണ്. ഇങ്ങനത്തെ ക്ലീൻ ഹാൻഡ് ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഇപ്പോൾ MD ആയിട്ടുള്ളവരെ ന്യൂ അപ്പോയിന്റ്മെന്റ് ആണോ അതോ നേരത്തെ മുതലുള്ളതാണോ? ഇല്ല സാർ, ആദ്യം മുതലേ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്. ആദ്യം അഡ്മിനായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം ഇരുന്ന സ്ഥലം കാണിക്കുക. വരൂ സർ, ഞാൻ കാണിച്ചു